ശരണ്യ ആ നമ്മുടെ കൂട്ടുകാരെ ഇന്നെന്ത് വീഡിയോയാണ് കാണിച്ചു മീനച്ചാർ അതിന് വേണ്ടി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, ഉണക്കമുളക്, വെളുത്തുള്ളി. അപ്പൊ മീനെന്തേ? മീൻ നമ്മൾ കഴുകി വെള്ളത്തിലിട്ടേക്കുന്നു കേട്ടോ. ഇതാണല്ലേ. ഇതെന്ത് മീനാണെന്നൊക്കെ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു. കേരമീന് അരിഞ്ഞൊക്കെ എടുത്തിരിക്കുകയാണ് അല്ലേ? കണ്ടാ കൂട്ടുകാരെ അങ്ങനെ അരിഞ്ഞ് ഇതെങ്ങനെ വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. അരിഞ്ഞ് കഴുകി വെള്ളത്തിൽ ഇട്ടേക്കുക കേട്ടോ. അപ്പൊ ഇനി അച്ചാറിട്ടാ മതി അല്ലേ? നമുക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം പരട്ടി വേണം നമുക്ക് വറുക്കാൻ. ആണല്ലേ. അപ്പൊ അതെ നമ്മുടെ അമ്മ എത്തിയിട്ടുണ്ട്. കഴുകിയെടുത്ത് കഴിഞ്ഞ് ഓ ഇന്നെന്ത് പറ്റിയ ഒരൊച്ച ഇല്ലല്ലോ, എന്തോ ഒരു സ്ലോയിലായി പോയല്ലോ. എന്റെ ദൈവമേ, പനിയൊന്നും വരല്ലേ. കൊറേ നാളായിട്ട് ഈ വീട്ടിൽ പനി ഇല്ലാതിരിക്കുകയാണ്. ആണോ? വ്യത്യാസം ഉണ്ടോ? അയ്യയുടെ മരുന്ന് മേടിച്ചോളണം കേട്ടാ അമ്മേ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളിത് ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നാ അമ്മ റെസ്റ്റ് ചെയ്തോ അമ്മേ, ഞങ്ങൾ അച്ചാറിട്ടോളാം അല്ലേ? അമ്മക്ക് ഒച്ചയില്ല. നമ്മുടെ അച്ഛനെ വിളിച്ച് എന്നാ അമ്മ പോയി റെസ്റ്റ് എടുത്തോ കേട്ടാ. അമ്മക്ക് എന്ത് പറ്റി അമ്മ? വേറെ വല്ല ക്ഷീണം ഉണ്ടോ? ശരണ്യ അമ്മയുടെ ഉച്ചയൊക്കെ പോയോ? ഈ രാവിലത്തെ അപ്പൊ ഇതിലായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ അടി ചാക്കിന്റെ അകത്തൊക്കെ ഇത് തന്നെയാണ് ശരണ്യ വെച്ചിരിക്കണ. ചിരട്ടയാണ്. ഓ അല്ല ചോദിച്ചതാണ്. ഈ ചാക്ക് അതാണല്ലേ. അങ്ങനെ കുരുമുളക് പൊടി കൂടി അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. മതി, കുറച്ചിട്ടാ മതി. വേണം അല്ലേ? പിന്നെ എന്നാക്കിയാണ്? ഉപ്പ് വേണം. നമുക്ക് നല്ലതായിട്ട് കൈ ഇട്ടൊന്ന് പെരട്ടിയെടുക്കണം. അപ്പം അങ്ങനെ ശരണ്യ അങ്ങോട്ട് പെരട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് നമ്മുടെ ചൂര കഷ്ണം അങ്ങോട്ട് അല്ലേ? കേര കഷ്ണാണെങ്കിലും ചൂര കഷ്ണാണെങ്കിലും ആണോ? മോദ വേറെയാണ് ശരണ്യ. കേര ചൂര അല്ല, മോദ വേറെയാണ്. നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം എടുത്ത് വറുത്ത് കോരാ. അപ്പൊ അതുവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വെച്ചു. അതെന്നാണ് ശരണ്യ ഡാൻസ് കളിക്കണം? ഞാനടുത്ത് ഡാൻസ് കളിക്കണം അടുക്കളയിൽ. ആ മുഖം ഒന്ന് കാണട്ടെ. ഡാൻസ് അല്ല ഞാൻ. ഓഹോ ഞാൻ സമ്മതിച്ചു. ശരണ്യ എണ്ണയൊക്കെ ഒഴിച്ചാ? കൂട്ടുകാരോട് പറഞ്ഞില്ല. ഇതാണ് നല്ല എണ്ണ അല്ലേ? ശരണ്യല്ലേ പറഞ്ഞ നല്ലെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ കൂട്ടുകാരെ വെളിച്ചെണ്ണ ഒഴിച്ചെന്നാൽ അധികം ഇരിക്കത്തില്ല. എന്നാലും നമ്മള് അളവ് കുറച്ചാണ് ചെയ്യുന്നത് അല്ലേ? വെളിച്ചെണ്ണ അല്ലേ അച്ചാറിരിക്കേണ്ടി? വെള്ളത്തിലാണ് ഇരിക്കേണ്ടി. എന്റെ ശരണ്യ അതല്ല അല്ലേ? ചിരിച്ചെല്ലു വന്നപ്പോ അമ്മ കൊച്ചയല്ല. എന്റെ ശരണ്യ ഞാൻ പറഞ്ഞത് എന്നാണെന്നാ, നല്ലെണ്ണയിൽ ഇട്ടെന്നാലാണ് കുറെ നാളിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ടെന്ന് ചിലപ്പോ ഒരു 2 ആഴ്ച കഴിയുമ്പോ വെളിച്ചെണ്ണ പെട്ടെന്ന് കനപ്പ് വീഴുമല്ല. രണ്ടാഴ്ചക്ക് മുമ്പേ തീരും. പിന്നെ എങ്ങനെയാണ് കനപ്പ് വീഴണ? നമ്മള് പിന്നെ അതാണ് കുറച്ചേ ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞത്.
തൊട്ടാ മതി. എന്റെ ദൈവം ശരണ്യ, വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് എപ്പോഴും അച്ചാറിന് കൂടുതൽ. പക്ഷേ വെളിച്ചെണ്ണയിൽ ഇട്ടെന്ന ഒത്തിരി നാള് ഇരിക്കത്തില്ല. നമ്മള് ഇനി മീൻ ഇടാൻ പോവാണ്. അപ്പൊ കൂട്ടുകാരെ ഇതെങ്ങണ്ട മീനൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് വറുത്ത് കോരിയിട്ടൊക്കെ കാണിച്ചു തരാം. ശരണ്യ, എന്താ? ഞാൻ ചെയ്തു തന്നെ. വേണ്ട, എനിക്കറിയാം. അമ്മക്ക് സൗണ്ട് ഇല്ലെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. അമ്മ ഞാനിച്ചിരി ചൂടുവെള്ളം കുടിച്ചപ്പോ സൗണ്ട് വന്നു. അതെ, അച്ചാറ് ഇടുന്നത് ടെൻഷൻ കേറിയിട്ടു. ഞാനോർത്തേ എന്റെ ദൈവമേ ഈ വീട്ടിൽ പനിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് പനിയൊന്നും ഇല്ലാതെ. ഇനിയിപ്പോ പനി വരാൻ പോണെന്ന് ഞാനും കാരണം പക്ഷെ കുഴപ്പമില്ല. ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണവും വരാതെ നമുക്ക് അതാണ് ഏറ്റവും വലുത്. അതാണ്. അതെ. അപ്പൊ ശരണ്യാണെങ്കിൽ ഇത് ഇപ്പൊ കണ്ടതെ വറുത്തങ്ങോട്ട് കോരി തീരാറായ ശരണ്യ. തുടങ്ങിയതേ ഉള്ളു. 3-4 വട്ടം വേവിക്കണം. 3-4 വട്ടമല്ല, 3-4 വട്ടം ഇട്ട് മൂപ്പിക്കണം. ഇപ്പൊ നമ്മുടെ അച്ഛനിങ്ങോട്ട് വരും. അച്ഛൻ വന്ന അങ്ങോട്ട് വറുത്തങ്ങോട്ട് കോരിത്തരും. അപ്പൊ ശരണ്യക്ക് സുഖാകും. അച്ഛൻ കരിച്ചു കളയുക. ശരണ്യ ദൂരെ നിന്ന് പറഞ്ഞു കൊടുത്താ മതി. കല്ല് പോലെ പോവല്ലേ. അങ്ങനെയാണ് കൂട്ടുകാരെ. ഇവിടെ നല്ല മഴയുണ്ട്. വൈകുന്നേരം ആയപ്പോ നല്ല മഴയാണ്. ഇപ്പൊ നമ്മൾ ഈ അച്ചാറിടുന്നത് വൈകുന്നേര സമയത്താണ്. അതെ, ഭാഗ്യത്തിന് ഇപ്പൊ കറണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കാറ്റ് വന്നാൽ കറണ്ട് പോകും സാധാരണ. അതെ. അപ്പൊ ഇതൊന്നും ഇനി വറുത്തൊക്കെ ഒന്ന് കോരിയിട്ടൊക്കെ കാണിക്കാം. കാരണം അല്ലെങ്കിൽ വീഡിയോ നീണ്ടു പോകുമല്ലേ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്നാ വിലയാണെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഈ കേരമീനിന് ഇവിടെ നമുക്ക് 420 രൂപ 1 കിലോത്തിന് വില. ഇന്നത്തെ വില മുറിച്ച് ഇന്ന് മുറിച്ച് പീസായിട്ടാണ് കേട്ടോ മേടിച്ചത് അല്ലേ. പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞ് ശരണ്യാണ് കട്ട് ചെയ്തത്. ചെറിയ അവര് വലിയ ഒറ്റ പീസായിട്ട് തന്ന് അത് ശരണ്യ മുറിച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ അച്ഛൻ എത്തിപ്പോയി. കണ്ട അച്ഛൻ എത്തിപ്പോയി. അച്ഛാ ചൂര അച്ചാർ. ചൂര കേര എന്നാണെങ്കിലും അച്ചാർ. അച്ഛാ കരിച്ചു കളയരുതെന്ന് ശരണ്യ പ്രത്യേകം നേരത്തെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അച്ഛൻ ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. കാരണം വെളിച്ചെണ്ണയുടെ ഇവിടെ മൊരിയണം സ്മെല്ല് കേൾക്കുമ്പോ തന്നെ. പിന്നെ ഈ മഴയത്ത് അച്ഛൻ പുറത്ത് പോയി. അതാണ് ഈ പറയണത് കൂട്ടുകാരെ. അങ്ങനെ കറുത്ത കഷ്ണം മാറ്റിയത് ശരണി. കറുത്ത കഷ്ണം നമ്മൾ ഉപയോഗിക്കുകയല്ല, അച്ചാറിന് ഉപയോഗിക്കുകയല്ല. ശരണ്യ ഈ മഞ്ഞ പീസൊക്കെ എടുത്തോ, വെള്ള പീസൊക്കെ എടുത്തോ. ശരണ്യ അപ്പൊ ഇത് ചൂരയാണ്. ചൂരയിലാണ് കറുപ്പുള്ളത്. എന്തെങ്കിലും
കേര കഷ്ണമാണ് മുഴുവൻ കണ്ടാ. ആ ആ ആ പിന്നെ അല്ല ഇതിന് എല്ലാം വറുത്തിട്ട് കാണിച്ചാ പോലെ. അടി പിടിക്കത്തില്ല. ഞാൻ ഞാൻ തന്നെ. എല്ലാം വറുത്തിട്ട് കാണിച്ചാ പോലെ. ആര് ഞാനല്ലേ? എനിക്കറിയാം. ഏ? എനിക്കറിയാം. അന്ന് ഞാൻ പോകട്ടെ. പോകണ്ട, അച്ഛൻ അല്ല അല്ല അങ്ങനെ വേണ്ട. ഞാനിന്ന് ഇളക്കാൻ ശരണേ പറയാം. അച്ഛനേക്ക് ലാസ്റ്റ് തരാം. ലാസ്റ്റ് തരാം. എല്ലാത്തിനും ലാസ്റ്റ് തരാം. ഞാൻ എണ്ണ ഇറക്കി പോയി ചൂട് മാത്രമേ ഇറക്കാം. അതിനെ കൂടെ ഇറക്കാം. ആ പിന്നെ ഞാനിന്ന് ഇറക്കാൻ പോയി. ഈ ചരയുടെ ഞാനേ ഇത്രയും ദിവസം കൂടെ ഇപ്പൊ ചരയുടെ മേത്ത് എണ്ണ വീഴും അല്ലെങ്കിൽ ചട്ടി. ഇന്നലെ കണ്ടില്ല ആര്? ഇന്നലെ 2 അച്ചാറ് ഇട്ടു. ഈ പരിസരത്ത് തരൂ. അല്ല ഇനി ഞങ്ങളില്ലാതെ ഞാൻ ഉണ്ടാകുന്നു. രണ്ടുപേരും കൂടി പാക്ക് ചെയ്യുന്ന. ഞങ്ങൾ സമയം ഇന്നലെ ഞാൻ വന്നപ്പോ അച്ചാറിട്ട് കഴിഞ്ഞ്. അല്ല ആ എന്താ പറയുക ഇന്നലെ എന്ന് പറഞ്ഞാല് ഇത്തിരി ഇന്ന് റൂട്ട് പോകേണ്ട സാധനം മാറിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ. ഇന്നലെ ടൈം പോയി. അതെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് ഞാൻ ശുചിമോനും കൂടി അവിടെ പോകേണ്ട കാര്യമുണ്ട്. അവിടെ പോയിട്ട് വന്നിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ആണാണ്. പിന്നെ ഏഹ് അല്ല പെണ്ണ് അപ്പുറത്തെയാണ്. ഇവിടുത്തെ പെണ്ണാണ് നിൽക്കണം. ഈ മൂക്ക് പോരുത്. വേണ്ട കൂട്ടുകാരെ ഒരെണ്ണം വേണ്ട ശരണ്യ കൈവള്ളും ശരണ്യ ഇല്ല. കൈവള്ളും ഇല്ല. ഇങ്ങനെ നെറ്റ് പിടിച്ചു. വേണ്ട ശരണ്യ ശരണ്യയുടെ കുഞ്ഞിക്കൈയാണ്. ഇപ്പൊ കളറാകും. ഇപ്പൊ കറക്റ്റാ. ഇപ്പൊ കറക്റ്റാ. ആ എന്നാ അടുത്തത് അച്ഛനെ കൊണ്ടൊന്ന് ഇടിയിച്ചേരി. ഞാനിടയില്ല ഞാൻ അടുത്ത ഇട്ട. വേണ്ട വേണ്ട ഞാനില്ല. പിന്നെ അച്ഛൻ ചീത്തയിൽ പോയി അച്ഛന്റെ പേരെ ഞാൻ പക്കത്തു. ഞാനെല്ലാം അച്ചാറിടും. അച്ചാറ് ചീത്തയായി പോയി നഷ്ടപരിഹാരം വേറെയാണ്. എന്തുവാ? അതന്നേരം ഞാൻ പറയാം എന്നാ നഷ്ടപരിഹാരം ഉണ്ടെന്നുള്ളത്. എണ്ണയായിരിക്കും. എണ്ണ മീന് ഇതെല്ലാം നമ്മള് തോർന്നടിക്കുന്നു. അപ്പൊ നഷ്ടപരിഹാരം. മൂത്തിട്ടുണ്ടല്ലേ? ആ അപ്പൊ ഇതൊക്കെ ഒന്ന് കോരട്ടെ കൂട്ടുകാരെ. ഇത് കണ്ടേ മൂത്തത് ഈ പരുവത്തിനാക്കണം അല്ലേ? എണ്ണ പോകണം. എണ്ണ പോരിയ എണ്ണ കഴിയുമ്പോൾ കണ്ട അത് കണ്ട എണ്ണ കണ്ട ഞാൻ അപ്പൊ ഒരു പണി വേഗം ഒന്ന് അത് കോഴി കൊടുക്കച്ച. അതും തരിക ശിശു. കോരി എങ്ങനെയാണ് രസമായി പോലെ. നല്ല രസമാണ്. പിന്നെ ഈ തിളച്ച എണ്ണന്ന് കോരണ ഭയങ്കര രസമാണ്. ശരണ്യ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെ ഒന്ന് കോരിയൊക്കെ എടുത്തിട്ടൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അച്ഛൻ ഏതായാലും ഒരു ട്രിപ്പ് ഇടിയാൻ കൂടി ചെയ്യുമായിരിക്കും ഇപ്പൊ അല്ലേ? അച്ഛനിട്ട് കരിച്ചു കളയുന്നു. അവിടെ ഞാൻ എന്താ ഞാൻ കണ്ടു പറയാം. അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ട അടിപൊളിയായി. അതാണ് കപ്പലണ്ടി കിടക്കുന്നത്. ഒന്ന് പറയാം. നല്ല അടിപൊളി. അച്ഛാ അവിടെ തീ കൂട്ടി വെച്ചാ ഒരാള്. ഞാൻ കണ്ടില്ലെന്നാണ് അടിച്ചു പറഞ്ഞത്. ഞാൻ എന്നിട്ട് ചരനെ കൊണ്ടുതന്നെയും കുറപ്പിച്ചു. ഇതെന്ത് പറ്റിയമ്മ ഇന്ന് ശരണ്യക്ക്? അല്ലല്ലല്ല ഞാൻ ഒരു കാര്യം ഇതെന്നതാണ് ടീച്ചർ നല്ലോടുപ്പായി കുഴപ്പമില്ല. ഇഷ്ടംപോലെ ഉണ്ടല്ലേ ചരനക്ക് ഇഷ്ടംപോലെ ഇടിയലും ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഷിജു വഴക്കിട്ടാ പറ്റാ ഇട്ടല്ലേ? അല്ല അപ്പൊ ശരണയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എടുക്കുന്ന ഉടുപ്പൊക്കെ? പിന്നെ ഏതാ ഓർമ്മ ഉള്ളത്? പറഞ്ഞു വീഴരുത്. പിന്നെ ഇടിയലച്ച എപ്പോഴും ഇട്ട് നമ്മള് എപ്പോഴും കാണുന്ന ഒരേ ഒരു ഉടുപ്പ് തന്നെ എപ്പോഴും വീഴും. അതാണ്. അപ്പൊ നമ്മളങ്ങനെയല്ലല്ല. ശരി വന്ന വഴി മറക്കണ്ട. ഓക്കെ ഈ പഴയ ഉടുപ്പ് തന്നെ ഇട്ടെന്ന വന്ന വഴി മറക്കാതെ ഇരിക്കണ ഒരു സാധനമുണ്ട്. അറിയാമോ? ആരോ അറിയാമോ? എനിക്കറിയാൻ അറിയാമോ? ചെന്നൈക്ക് അറിയാമോ?
അമ്മക്കറിയാമോ? അമ്മക്കറിയോ? ഈ വന്ന വഴി തിരിച്ചു പോകുന്നത് തന്നെ ചെന്നിട്ട് തിരിച്ചു പോകുന്നത് അത് ആരാണ്? ഞങ്ങളുടെ ടോബി. മനസ്സിലായല്ലോ? ഇപ്പൊ അമ്മക്കറിയാമോ? ഒരു അത് ആ പട്ടി അവിടെ മുള്ളിയിട്ട് പോണതിനാണ് മണ്ട് വന്ന വഴി മറക്കാതിരിക്കാൻ. അതിനിപ്പോ അതും ഇതും എന്താ വ്യത്യാസം? ശരണ്യല്ലേ പറഞ്ഞ വന്ന വഴി മറക്കരുത്. കൂട്ടുകാരെ അങ്ങനെയല്ല, ശരണ്യ അങ്ങനെയല്ല, വന്ന വഴി മറക്കണ്ട. ഓക്കെ, ശരണ്യ പുതിയ ഡ്രസ്സ് പാകത്ത് വെച്ചേച്ചും ആ പഴയത് തന്നെ ഇട്ടെന്ന ഇതിരുന്ന് പഴകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? നാളെ ശരണ്യ ഇതെടുക്കും, ഈ പഴകിയ ഇതെടുക്കും. അപ്പൊ ജീവിതകാലം മുഴുവനും പഴയതിടാനേ നേരം ഉണ്ടാവുള്ളൂ. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. അച്ഛൻ അവിടെ വറക്കണ നേരത്ത് ഒരമ്മൂമ്മ എല്ലാ ദിവസവും എന്നാ വെറ്റില മുറുക്കും. ഏറ്റവും പഴുത്ത വെറ്റില നോക്കി മുറുക്കും. അപ്പൊ എന്ത് പറ്റും? പിറ്റേ ദിവസം ഒരകെട്ട് വെറ്റില വരും. ആ പഴയത് മുറുക്കി ജീവിതകാലം മുഴുവനും പഴയതാണ് മുറുക്കണത്. അതിന്ന് ആ പഴുത്തത് മാറ്റി വെച്ചും ഫ്രഷ് മുറുക്കാൻ തുടങ്ങിയെന്ന് എന്നും ഫ്രഷ്. അതാരാന്ന് എനിക്കറിയാം. അതാണ് ഇവിടെ അമ്മൂമ്മമാരില്ല. ഇതെന്ത് പറ്റി? മാറ്റി വെച്ചും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മക്കിട്ടുള്ള പണിയാണ് പറഞ്ഞത്. രാവിലെ ഉണ്ടാക്കണ നേരാണ് കൂട്ടുകാരെ. ഈ അമ്മ വൈകുന്നേരം ആകുമ്പോ പഴയത് രാവിലത്തെ പലഹാരം എടുത്തു വെച്ച് കഴിക്കും. കളയാൻ പറ്റുമോ? അത് നേരാണ്. ഭക്ഷണം കളയാൻ അതാ ഞാൻ പറയുന്നത്, നമ്മള് എന്നിട്ട് എന്ത് ചെയ്യും? വൈകുന്നേരം ഇണക്കണത് എടുത്തു വെച്ചും പിറ്റേ ദിവസം കഴിക്കും. ഇതാണ് ഈ അമ്മയുടെ പണി. അതാ ഞാൻ പറയാം, വന്ന വഴി ആരും മറക്കില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? വന്ന വഴി മറക്കരുതെന്ന് പറയാം. എന്നാണെന്ന് ശരണ്യ വന്ന വഴി മറക്കരുത്. എന്തൊക്കെയാണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നമ്മൾ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ തുടർന്നും പെരുമാറണം. പിന്നെ ഒത്തിരി ധാരാളിത്തരോ അതും ഇതൊന്നും വേണ്ട, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നും പറഞ്ഞ് കയ്യിലുള്ള ഡ്രസ്സ് കുറെ ഭാഗത്ത് വെച്ചും പഴയ മോശമൊക്കെ ഇടണല്ല പറയുന്നത്. നമ്മുടെ ആഗ്രഹത്തിന് മേടിക്കുന്നത് അപ്പൊ നമ്മൾ ഇടുക, അത് ഉപയോഗിക്കുക. അതെ, അത് ഉപയോഗിച്ചിട്ട് നമ്മള് ഇപ്പൊ ഇതിട്ടപ്പോ എന്താ ഭംഗി, നല്ല ഭംഗി അല്ല, നല്ല ഭംഗി. വന്നപ്പോ തൊട്ട് ഇഷ്ടം പോലെ ഉടുപ്പ് മേടിക്കും അല്ലേ? അതെ, അത് നമ്മുടെ ഒരു ഭാഗ്യം. ഇഷ്ടം പോലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ആ മാലിന്നാണെങ്കിൽ 4 ഉടുപ്പ് അയച്ചു തന്നെ. പണ്ട് കാലത്തെ ഒരു ഉടുപ്പിന് വേണ്ടി നമ്മൾ കൊതിച്ച സമയമാണ്. ശരണ്യക്കൊന്നും അങ്ങനെയുള്ള സാഹചര്യം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാ. അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ പറഞ്ഞു വേറെ കഥയിലാട്ട് പോയി. എൻ്റെ പൊന്നു കൂട്ടുകാരെ ക്ഷമിക്കണം, വീഡിയോ നീണ്ടത് വേറെ ഒന്നുമല്ല, അങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ അത് ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ബാക്കിയൊക്കെ വറുത്തണ്ടിരിക്കുന്നതല്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് വറുത്തിട്ടൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ? ശരണ്യ അല്ലേ, അച്ഛനെ ഇവിടെ സ്റ്റൂളിന്റെ പുറത്തൊക്കെ ഇരുത്തിക്കൊണ്ടാണ് പാചകം. എന്നാ നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ടാലോ? ആ കൈ ഇരിക്കണണ്ടപ്പോ ഞാനോർത്ത് കടുക് കാണും. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഉലുവായൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ടായിരുന്ന ശരണ്യ? ഇഞ്ചിയാണോ? ഉലുവായ അല്ലല്ലേ? ഓ ദൈവമേ, ഞാനോർത്ത് കൂട്ടുകാരെ ഇഞ്ചിയാണ് കേട്ടാ ഇട്ടത്. എല്ലാവർക്കും ഒരു അബദ്ധം പറ്റുമല്ലോ, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണ്. അപ്പൊ നമ്മള് മറ്റേ ഇത് മീൻ വറുത്തുകോരി എണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ അതെ അതെ. അപ്പൊ ഇനി ഇതൊന്നും അതെ മൊരിഞ്ഞു വന്നിട്ടൊക്കെ കാണിക്കാം അല്ലേ? അപ്പൊ ഇതൊന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടല്ലേ? അതെന്താണ് നമ്മുടെ കൂട്ടുകാരോട് പറയാൻ? ആ ആ ഉണക്കമുളകും ഇട്ട്
അപ്പൊ അതെ നമ്മുടെ അമ്മയുണ്ട് കേട്ടോ കൂട്ടത്തിൽ. അപ്പൊ അതെ ഇനി ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഉണക്കമുളകൊക്കെ ചിലപ്പോ പൊട്ടും കേട്ടാ. പച്ചമുളക് കൂടിയൊക്കെ ഇട്ട് അങ്ങനെ ശരണ്യ ഒരു അടിപൊളി അച്ചാർ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒരു സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല എന്നാ ഇതൊന്ന് വലിഞ്ഞിട്ടൊക്കെ അതെ. അങ്ങനെ അച്ഛനും മകളും കൂടി ആ വറുത്ത് വെച്ചിരിക്കണ മീനും കൂടി ഇട്ടണ്ടിരിക്കുകയാണ് അല്ലേ? ആണല്ലേ, തീ കെടുത്തിയാണ്. അപ്പൊ കണ്ട കൂട്ടുകാരെ എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതിലേക്ക് കിടന്നല്ലേ. കായപ്പൊടി ഇടണുണ്ട്. അച്ഛനെ പാചകം പഠിപ്പിക്കുന്ന മകള്. അപ്പൊ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ കൂട്ടുകാരെ. അങ്ങനെ ശരണ്യത മുളക് പൊടി ഇടിയാണ്. നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പൊ അങ്ങനെ കണ്ട മുളക് പൊടിയൊക്കെ ഇടുമ്പോഴാണ് ഇതിനങ്ങോട്ട് ടേസ്റ്റ് ആകണത്. പിന്നെ നമ്മൾ മിന്നായി തണുത്ത് കഴിയുമ്പോൾ ഒഴിക്കാവുള്ളൂ കേട്ടോ. ആണോ വിനാഗിരി? അപ്പൊ തണുത്ത് കഴിഞ്ഞ് ഒഴിച്ചിട്ടൊക്കെ നമ്മള് കാണിക്കുന്നതാണ് കൂട്ടുകാരൻ. അപ്പൊ ഇപ്പതെ മുളക് പൊടി കൂടിയൊക്കെ ഇട്ട് അങ്ങോട്ട് അച്ഛൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു. ഇനി അത് ഒന്ന് തണുത്തിട്ടൊക്കെ കാണിക്കാം അല്ലേ? കണ്ടാ കൂട്ടുകാരെ അടിപൊളി അച്ചാറാണ്. കണ്ട സൂപ്പർ അച്ചാറാണ് അല്ലേ? ഇതൊരു തുള്ളി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ചോറുന്നാൻ അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ?